ചെറുകഥ അമ്മമഴ. രചന ദിലീപ് കുമാർ ആർ. ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ. കടപ്പാട് സോഷ്യൽ മീഡിയ. അത് രാവിലെ തന്നെ അമ്മയുടെ കണ്ണുനീര് പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയ്ക്കൊപ്പമുള്ള കുളിർന്ന ഇളങ്കാറ്റിൽ ഏറെ വെള്ളം ചിലപ്പോഴൊക്കെ ഇറയത്ത് വന്ന് തൂവി. അതും നോക്കി അസ്വസ്ഥമായ മനസ്സോടെ ഡ്രൈവർ അയ്യപ്പനെ കാത്തിരിക്കുമ്പോൾ വീടിനകത്തെ ഉൾമുറിയിൽ അമ്മ പോകാനൊരുങ്ങുകയായിരുന്നു. ഈശ്വര, എന്തൊരു മഹാപാപത്തിനാണ് ഞാൻ ഒരുങ്ങുന്നത്? ഏത് പാപനാശത്തിൽ മുങ്ങിയാലാണ് എനിക്കിതിൽ നിന്നും മുക്തി ലഭിക്കുക? ഉത്തരമില്ലാതെ ചോദ്യങ്ങൾ അരയാലോളം വളർന്ന് തിടം വച്ചു. എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്കറിയാം. പ്രശ്നങ്ങൾക്കൊടുവിൽ അമ്മ തന്നെ എടുത്ത തീരുമാനമാണ്. ചോദിക്കുന്നവരോട് പറയാമെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകിയാൽ അമ്മയ്ക്ക് ആദിയാണ്. പരസ്പരം ബന്ധമില്ലാതെ ചിലതൊക്കെ പറയും. ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. പണ്ടൊരു നാൾ ഒരു പെരുമഴക്കാലത്ത് സ്കൂളിൽ അകപ്പെട്ട് വീട്ടിൽ വരാൻ വൈകി. ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ നെറ്റിയിൽ തുരുതുരെ ചുംബിച്ച് കണ്ണുനീർ വാർത്ത അമ്മയുടെ ഓർമ്മ. അന്ന് അമ്മയുടെ ഉത്കണ്ഠയും സ്നേഹതീവ്രതയും ഞാൻ അറിഞ്ഞതാണ്. അയൽപ്പക്കത്തെ വിവരമറിയിച്ച് വീട്ടിൽ അന്നേരം വലിയ ബഹളമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ? ഞാനും കുട്ടികളുമാണ് ദിവസം മുഴുവൻ ഈ ഭ്രാന്തിയുടെ കൂടെ. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. അവൾ ക്രുദ്ധയായി. ഭ്രാന്തിയാണത്രേ എൻ്റെ അമ്മ. എന്തിനോടും അല്പം വൈകാരികമായി അമ്മ പ്രതികരിക്കും. അത് പ്രിയപ്പെട്ടവരുടേതാകുമ്പോൾ പ്രത്യേകിച്ചും. അല്ലാതെ യാതൊരു മാനസിക പ്രയാസവും അമ്മയ്ക്കില്ല. ഒരു കാര്യത്തിനും പരസഹായം വേണ്ട. ആരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കാറുമില്ല. ആ അമ്മയെയാണവൾ. മൂളിപ്പറന്ന കൈത്തലം കവിളിൽ അമർന്നപ്പോഴും നിശ്ചയദാർഢ്യത്തിൻ്റെ മഹാമേരുവായി അവൾ നിന്നു. ഒടുവിൽ എൻ്റെ നിഷേധത്തിൻ്റെ പ്രതികരണമായി തിരിഞ്ഞു നോക്കാതെ അവൾ പടിയിറങ്ങിപ്പോയി. ഒപ്പം കുട്ടികളും. എല്ലാം അമ്മ അറിയുന്നുണ്ടായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളുടെ എല്ലാം ഹേതു താനാണെന്ന തിരിച്ചറിവ് അമ്മ മനസ്സിനെ പൊള്ളിച്ചു. ഒടുവിൽ അമ്മ തന്നെ തൻ്റെ തീരുമാനം പറഞ്ഞു. പോകണം. പ്രകൃതി തെല്ലട നേരം വിശ്രാന്തി പൂണ്ടു നിന്നു. മഴ ശമിച്ചെങ്കിലും ചെറുപാറ്റലുകൾ അങ്ങിങ്ങ് പൊടിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അമ്മ പോകാനൊരുങ്ങി പെട്ടിയുമെടുത്ത് ഉമ്മറത്തിണയിൽ വന്നിരുന്നു. കുറ്റബോധം കൊണ്ട് ആ മുഖത്ത് നോക്കാൻ വയ്യ. എപ്പോഴോ മിഴിമുന അമ്മയുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ ആ മുഖത്ത് നീരസമില്ല. പെയ്തൊഴിഞ്ഞ മഴയുടെ ഖനീഭവിച്ച ശാന്തത മാത്രം. അമ്മ പറഞ്ഞു, ഉണ്ണി, നാളെ തന്നെ അവളെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ തലയാട്ടി. പടിക്കെട്ടിന് പുറത്തെ പച്ചതഴച്ച പാടത്തിനപ്പുറം വിദൂരതയിലേക്ക് മിടിനട്ട് അമ്മയിരുന്നു. ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു, അയ്യപ്പൻ വന്നില്ല അല്ലേ? അപ്പോഴാണ് ഓർത്തത്, നേരം വൈകിയിരിക്കുന്നു. അയ്യപ്പനെ കാണുന്നുമില്ല. ഫോൺ ചെയ്തു നോക്കി, ഒരനക്കവുമില്ല. അമ്മ തുടർന്നു, അയ്യപ്പൻ വരുമെന്ന് തോന്നണില്ല. നമുക്കിറങ്ങാം. അമ്മ പെട്ടിയുമെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. വഴിയോരത്ത് നിൽക്കവേ അമ്മ വീട്ടിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കി. അത്ര നേരം അടക്കി പിടിച്ചത് കണ്ണീരായിട്ട് വീണു. അമ്മേ, മുഖം തുടയ്ക്കൂ ആരെങ്കിലും. ഞാൻ വിമിഷ്ടത്തോടെ പെറുപിറുത്തു. അമ്മ നേരിയതിൻ്റെ തലപ്പ് കൊണ്ട് കവിള് തുടച്ചു. അലോസരപ്പെടുത്തുന്ന കുളിരുൾക്കൊണ്ട പൊടിഞ്ഞ മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. അമ്മ നേരിയതിൻ്റെ തലപ്പ് കൊണ്ട് മകൻ്റെ തലയിൽ മൂടി. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഈ മഴ കൊണ്ടാൽ പനി വരും. അമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ധൃതിയിൽ ആദ്യം വന്ന ഓട്ടോയ്ക്ക് കൈകാട്ടി. അമ്മയെ കൈപിടിച്ച് കയറ്റി പിന്നെ താനും പോകേണ്ട സ്ഥലം പറഞ്ഞു. പച്ചതഴച്ച പാടം കടന്ന് ആളൊഴിഞ്ഞ കോൺക്രീറ്റ് വീടുകൾ പിന്നിട്ട് അമ്മയുടെ അവസാനത്തെ കൂടണയും വരെ ഡ്രൈവർ നിസ്സംഗതയോടെ വണ്ടി ഓടിച്ചു. സ്വാമിജി സൗമ്യതയോടെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, വീട് വിട്ടുവന്നു എന്ന തോന്നൽ വേണ്ട. ഇത് നിങ്ങളുടെ വീട് തന്നെയാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടിവിടെ. ചിട്ടയായ ജീവിതമാണ് ഇവിടെ തുടർന്നു പോകുന്നത്. പുലർകാലത്തെ പ്രാർത്ഥന, യോഗ, സമയത്ത് പോഷകാഹാരം, മാനസികമായ ഉന്മേഷത്തിനുള്ള പ്രോഗ്രാമുകൾ, എല്ലാ ആഴ്ചയിലും മെഡിക്കൽ ചെക്കപ്പുകൾ. പിന്നെ മകനും കുടുംബത്തിനും എപ്പോൾ വേണമെങ്കിലും വന്നു കാണാം. ഒന്നറിയുക, അതുമാത്രം മതി. അത് മതി, ധാരാളം. ചെക്കെഴുതി ഒപ്പിട്ട് ആശ്വാസത്തോടെ സ്വാമിജിയെ ഏൽപ്പിച്ചു. സ്വാമി ബെല്ലടിച്ചപ്പോൾ വന്ന പ്രായമായ സ്ത്രീയുടെ കൂടെ അമ്മയെയും കൂട്ടി അമ്മയ്ക്കായി അനുവദിച്ച മുറിയിലേക്ക് പോയി. നല്ല വൃത്തിയുള്ള മുറി, TV, വെളുത്ത കിടക്കവിരികൾ, ഇളം മഞ്ഞ നിറത്തിലുള്ള കർട്ടനുകൾ. നല്ല സൗകര്യങ്ങളുണ്ട്.
അമ്മയ്ക്കിവിടെ സുഖമാവും തീർച്ച. അമ്മയുടെ ട്രങ്ക് പെട്ടി സ്ത്രീയെ ഏൽപ്പിച്ചു. വിതുമ്പാനൊരുങ്ങുന്ന മുഖം പ്രസന്നമാക്കാൻ ശ്രമിക്കുന്ന അമ്മയോട് യാത്ര പറഞ്ഞു. കുറ്റബോധത്തിൻ്റെ പൊള്ളലേറ്റവിടെ ഏറെ നേരം നിൽക്കാൻ വയ്യ. വേഗം മുറിവിട്ടു പോകാനൊരുങ്ങി. സമയമുണ്ട്. ഇപ്പോൾ പുറപ്പെട്ടാൽ വൈകുന്നേരത്തോടെ അവളെയും കൂട്ടി വീടെത്താം. പെയ്തൊഴിഞ്ഞ് തീരാൻ വെമ്പുന്ന മഴമേഘങ്ങൾ ആകാശത്ത് ചിതറിയൊരുങ്ങി. കനത്ത മഴയുടെ സൂചകമായി പ്രകൃതി രൗദ്രഭാവം കൈക്കൊള്ളുകയായിരുന്നു. മകൻ വിസ്തൃതമായ ആ ആലയത്തിൻ്റെ പടിയിറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മ ഓർക്കുകയായിരുന്നു. തന്നിൽ കുഞ്ഞു ജീവൻ കുരുത്തെന്നറിഞ്ഞ നാൾ അന്നേ നിശ്ചയിച്ചു മകനെന്ന്. 2 നാൾക്കകം വിറങ്ങലിച്ചു കൊണ്ടുവന്ന അവൻ്റെ അച്ഛൻ. എല്ലാം സഹിച്ചത്, ജീവിച്ചത് അവനു വേണ്ടി മാത്രം. പിന്നെ ജീവിതത്തിന് പ്രകാശമായി വന്നു ചേർന്ന ഒരുണ്ണി. മുലക്കണ്ണിൽ കുഞ്ഞിളം തൊണ്ണു തുഴഞ്ഞപ്പോൾ അറിഞ്ഞ മാതൃത്വത്തിൻ്റെ നിർവൃതി. എല്ലാം ഈ അമ്മ അറിയുന്നു.